പരിചയപ്പെടുത്തുകയാണ്. നിസ്കാരവും നോമ്പും സകാത്തും ഹജ്ജും ഇതൊക്കെ നിർവഹിച്ച് മുസ്ലിമാകുന്നവരാണ്. അവരിൽ ഏറ്റവും നല്ല വ്യക്തിത്വം ഉണ്ടാക്കുക എന്ന വലിയൊരു ദൗത്യം അള്ളാഹു നമ്മളിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഏറ്റവും നല്ല വ്യക്തികളായി മാറാൻ കഴിയുന്നത് വിശുദ്ധ ഖുർആൻ പ്രവാചകരെന്ന വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തിയ സൂറയാണ് സൂറത്തുൽ അംബിയ. ഇതിന്റെ ചില ഭാഗങ്ങളാണ് ഞാൻ ഓതി വെച്ചത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإسماعيل وإدريس وذا الكفل. അയ്യൂബ് നബിയുടെ ചരിത്രം പറഞ്ഞു. അയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനിയൽ ളുർ വഅൻത അർഹമുർ റാഹിമീൻ. അതിന്റെ മുമ്പ് സുലൈമാൻ നബിയുടെ ചരിത്രം പറഞ്ഞു. അയ്യൂബ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച നേരം ഓർക്കുക നബിയേ, അന്നീ മസ്സനിയൽ ളുർ, അല്ലാഹുവേ എനിക്ക് പ്രയാസങ്ങൾ വന്നിരിക്കുന്നു റബ്ബേ, ബുദ്ധിമുട്ടുകൾ വന്നിരിക്കുന്നു റബ്ബേ. വഅൻത അർഹമുർ റാഹിമീൻ, നീ ഏറ്റവും വലിയ കാരുണ്യവാനല്ലയോ അല്ലാഹുവേ, എന്റെ അസുഖം മാറ്റിത്തരണേ എന്ന് അയ്യൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞില്ല. പടച്ചവനെ എനിക്ക് പ്രയാസം വന്നിരിക്കുന്നു, നീ ഏറ്റവും വലിയ കാരുണ്യവാനല്ലയോ. ഇത് പറഞ്ഞപ്പോഴേക്കും ഒരുപാട് തവണ അല്ലാഹു ഫസ്തജബ്നാ, അവർക്ക് ഉത്തരം കൊടുത്തു, നാം മറുപടി കൊടുത്തു, പ്രാർത്ഥന സ്വീകരിച്ചു എന്ന് പറഞ്ഞൊരു സൂറയാണ്. ഫസ്തജബ്നാ ലഹു വകശഫ്നാ മാ ബിഹി മിൻ ളുർ വആതൈനാഹു വഅഹ്ലഹു ومثلهم معهم رحمة من عندنا وذكرى للعابدين. നഷ്ടപ്പെട്ടു പോയ മക്കളും കുടുംബവും സമ്പത്തും അല്ലാഹു തിരിച്ചു കൊടുത്തു അയ്യൂബ് നബി അലൈഹിസ്സലാമിന്. وإسماعيل وإدريس وذا الكفل كل من الصابرين. ഇസ്മാഈൽ നബിയെയും ദുൽകിഫിൽ അലൈഹിസ്സലാമിനെയും ഇദ്രീസ് അലൈഹിസ്സലാമിനെയും അല്ലാഹു പരിചയപ്പെടുത്തുന്നു. വഅദ്ഖൽനാഹും ഫീ റഹ്മതിനാ ഇന്നഹും മിനസ് സ്വാലിഹീൻ. അല്ലാഹുവിന്റെ റഹ്മത്ത് ലഭിച്ച അല്ലാഹുവിന്റെ മഹത്തുക്കളായിരുന്നവരെ, സജ്ജനങ്ങളുടെ നേതാക്കന്മാരാണവർ. വദന്നൂൻ, മത്സ്യത്തിന്റെ വയറ്റിലകപ്പെട്ടു പോയ യൂനുസ് നബി അലൈഹിസ്സലാമിനെയും ഓർക്കണം നബിയേ. മത്സ്യത്തിന്റെ വയറ്റിനകത്ത് നിന്ന് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന് പ്രാർത്ഥിച്ച മഹാനായ യൂനുസ് അലൈഹിസ്സലാം. ഫസ്തജബ്നാ ലഹു വനജ്ജയ്നാഹു മിനൽ ഗം, ആ പ്രാർത്ഥനയ്ക്ക് നാം ഉത്തരം കൊടുക്കുകയും സങ്കടത്തിൽ നിന്ന് മോചനം നൽകുകയും ചെയ്തു മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിനെ. വസകരിയാ ഇദ് നാദാ റബ്ബഹു റബ്ബി ലാ തദർനി ഫർദാ വഅൻത ഖൈറുൽ വാരിഥീൻ. ഒറ്റക്കായി പോകുമോ എന്ന് വാർദ്ധക്യ സമയത്ത് ഭയപ്പെടുകയോ സങ്കടപ്പെടുകയോ ചെയ്ത സക്കരിയാ നബി അലൈഹിസ്സലാം ഒരു കുഞ്ഞുണ്ടായി കാണാൻ സാധിക്കാതെ, അല്ലാഹുവേ തനിക്ക് ശേഷം ഈ നുബുവത്തിന്റെ വെളിച്ചമെങ്ങാനും ജനങ്ങൾക്ക് നഷ്ടപ്പെടുമാർ, അല്ലാഹുവേ അനന്തരാവകാശികൾ ഇല്ലാതെ പോകുമോ, എനിക്കും വേണം ഒരു കുഞ്ഞ് എന്ന് വാർദ്ധക്യത്തിൽ അല്ലാഹുവിനോട് ചോദിച്ച സക്കരിയാ നബിയെ അങ്ങൊന്ന് ഓർക്കണമേ. 90 വയസ്സ് കഴിഞ്ഞ സക്കരിയാ നബിക്കും നാം ഉത്തരം കൊടുത്തു. യഹ്യ എന്നൊരു പ്രവാചകനെ, ഒരു മകനെ നാം കൊടുത്തു. മകന്റെ ജനനത്തിന് ശേഷം തന്റെ ഭാര്യയുടെ ആരോഗ്യത്തിലും സ്വഭാവത്തിലും അല്ലാഹു മാറ്റം വരുത്തി കൊടുത്തു.
ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത് ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. നന്മകൾ, നല്ല കാര്യങ്ങൾ കേൾക്കുമ്പോഴേക്കും അതിലേക്ക് ഓടി വരുമായിരുന്നവരാണ് സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ കുടുംബം. ഈസ നബിയും യഹ്യാ നബിയും ഹന്നാ ബീവിയും മറിയം ബീവിയും അങ്ങനത്തെവരായിരുന്നു. ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത് വയദ്ഊനനാ റഗബൻ വറഹബാ വകാനൂ ലനാ ഖാശിഈൻ. റമളാനിന്റെ പകലിൽ പ്രവാചകന്മാരുടെ ചരിത്രം പറഞ്ഞ അവസാന ഭാഗം ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. നന്മകൾ പറയപ്പെടുമ്പോൾ അതിലേക്ക് ഓടി വരുന്നവരായിരുന്നു ഇവരൊക്കെ. വയദ്ഊനനാ, അവരെന്നോട് പ്രാർത്ഥിക്കുന്നവരായിരുന്നു നബിയെ. റഗബൻ വറഹബാ, പേടിച്ചുകൊണ്ടും അല്ലാഹുവിൽ ആശയോടെ പ്രതീക്ഷയോടെ ദുആ ചെയ്യുന്നവരായിരുന്നു. വകാനൂ ലനാ ഖാശിഈൻ, അവരെന്നെ ധാരാളം ഭയപ്പെടുന്നവരായിരുന്നു നബിയേ. അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കുകയാണ്, അൽ മുസാറഅതു ഇലൽ ഖൈറാത്ത്, നന്മകളുണ്ട് എന്ന് കേൾക്കുമ്പോൾ അതിലേക്ക് ഓടിച്ചെല്ലാൻ കഴിയണം. ഇതൊരു തൗഫീഖാണ്. ലൗ ഖാമത്തിൽ ഖിയാമ, അന്ത്യനാൾ സംഭവിക്കുന്നു എന്ന് തന്നെ വിചാരിക്കുക. വഫീ യദി അഹദികും ഫസീല, ഒരു ഈത്തപ്പനയുടെ ചെറിയൊരു ചെടി അത് നട്ടുപിടിപ്പിക്കാൻ നിങ്ങൾ പുറത്തിറങ്ങുമ്പോഴാണ് ഖിയാമത്തിന്റെ ഭീകരമായ ശബ്ദങ്ങൾ കേൾക്കുന്നത് എങ്കിൽ ആ ഒരു ചെടി നിങ്ങൾക്ക് നട്ടുപിടിപ്പിക്കാൻ കഴിയുമെങ്കിൽ അത് പിടിപ്പിച്ചിട്ടേ നിങ്ങൾ ഖിയാമത്തിന് വേണ്ടി ഒരുങ്ങാവൂ. നിങ്ങൾ ആ സമയം ആർക്ക് വേണ്ടിയാണ് ഈ മരം? ആരാണിതിനെ നട്ടു വളർത്തുക? ആരാണിതിനെ വെള്ളമൊഴിച്ചു കൊടുക്കുക? ഇനി ഒഴിച്ചു കൊടുത്താൽ തന്നെ ഇതിന്റെ ഫലം കായ്ക്കുമ്പോഴേക്ക് ഇവിടെ ആളുണ്ടാകുമോ, മനുഷ്യരുണ്ടോ, ലോകമുണ്ടോ, പ്രപഞ്ചമുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾ ആ നന്മ ചെയ്തു വെച്ചു പോകണം എന്ന് പറഞ്ഞ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികളാണ് നമ്മൾ. ഖിയാമത്ത് നാൾ നടക്കുകയാണ്. ആ ചെടി ആര് നട്ടുപിടിപ്പിക്കാൻ, ആര് വളർത്താൻ, ആർക്കിനി ചിന്തിക്കരുത്. നിങ്ങളത് നട്ടുപിടിപ്പിക്കുക. ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്, നിങ്ങളോട് പറഞ്ഞത് നന്മ ചെയ്യാനാണ്. നന്മ നിങ്ങൾ ചെയ്യുക. അതിന്റെ അനന്തര ഫലങ്ങൾ നിങ്ങളെ കുറിച്ചല്ല, നിങ്ങളോടല്ല ചോദ്യം. നിങ്ങൾ നന്മ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നാണ് അല്ലാഹു ചോദിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ദീനിന്റെ ദഅവത്തിന് വേണ്ടി നമ്മൾ എടുക്കുന്ന അധ്വാനങ്ങൾ മുഴുവനും ഇനി ആര്, ഇനി എന്ത്, ഇന്ത്യയുടെ ഭാവി എന്ത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമല്ല. നമ്മളോട് ചെയ്യാൻ പറഞ്ഞു. ഖിയാമത്ത് നാൾ നടക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ ആ ചെടി നട്ടുപിടിപ്പിക്കണം. അത്രയേ നമ്മളോട് പറഞ്ഞോളൂ.